രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം സോണിയാഗാന്ധി സ്വീകരിച്ചുവെന്ന് ദിഗ്വിജയ് സിംഗ്. സോണിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാവോ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മല്ലികാർജ്ജുന ഖാർഗെക്കും അധീർ രഞ്ജൻ ചൌധരിക്കും സോണിയാഗാന്ധിക്കുമാണ് ക്ഷണമുണ്ടായിരുന്നത്. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അനൂപ്, സോണിയ പങ്കെടുക്കുമോ? സോണിയാഗാന്ധി പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. കഴിഞ്ഞ ദിവസം രാമക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ഭാരവാഹികൾ സോണിയാഗാന്ധിയെ നേരിട്ടെത്തി ക്ഷണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ഷണം സോണിയാഗാന്ധി സ്വീകരിച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. ഇനിയിപ്പോൾ സോണിയാഗാന്ധി പങ്കെടുക്കുമോ അതല്ല മറ്റേതെങ്കിലും നേതാക്കളാണോ പങ്കെടുക്കുക എന്നതാണ് ചോദ്യം. സോണിയാഗാന്ധിയോ അല്ല എങ്കിൽ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി സംഘമോ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് ദിഗ്വിജയ് സിംഗ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നേരത്തെ വലിയ വിവാദങ്ങൾ ബിജെപിയും കോൺഗ്രസുമായിട്ടും രാജ്യത്താകമാനവും ഈ രാമക്ഷേത്ര നിർമ്മാണവുമായിട്ടും അതിന് മുൻപുമെല്ലാം ഉയർന്നതാണ്. എന്നാൽ അടുത്ത കുറച്ചു കാലമായി രാമക്ഷേത്ര നിർമ്മാണത്തിൽ അല്ലെങ്കിൽ രാമക്ഷേത്രം ഇപ്പോഴത്തെ നിലയിൽ സാധ്യമാവുന്നതിൽ ഞങ്ങൾക്കും പങ്കുണ്ട് എന്ന നിലയിൽ നിരവധി കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ശേഷമാണ് ഇപ്പോൾ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണം വരുന്നതും കോൺഗ്രസ് പോകാനുള്ള തീരുമാനമെടുത്തത്. ശരി.